മറ്റു വാർത്തകളിലേക്കാണ്. അരുണാചലിൽ മലയാളികളുടെ അസ്വാഭാവിക മരണത്തിൽ ദുർമന്ത്രവാദ സാധ്യത തള്ളാതെ അരുണാചൽ പ്രദേശ് പോലീസ് കേരള പോലീസുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും അന്വേഷണത്തിന് 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ഇറ്റാനഗർ SP അറിയിച്ചു. മരിച്ച ആര്യയും ദേവിയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് നവീൻ എന്നാണ് സൂചന. മൂവരുടെയും മൃതദേഹം വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സ്കൂളിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് മാർച്ച് 26-ന് ആര്യ വട്ടിയൂർക്കാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മാർച്ച് 17-നാണ് ദേവിയും ഭർത്താവ് നവീനും കോട്ടയത്തെ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. മാർച്ച് 27-ന് മൂവരും തിരുവനന്തപുരത്ത് നിന്നും ഗുവാഹത്തിയിലേക്ക് വിമാനം കയറി. മാർച്ച് 28-നാണ് മൂവരും അരുണാചലിലെ ഹോട്ടൽ ബ്ലൂ പൈനിൽ മുറിയെടുക്കുന്നത്. 2 ദിവസത്തിന് ശേഷം ബുക്കിംഗ് നീട്ടി. 5 ദിവസം മൂവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നതായി ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരെന്ന് വിശ്വസിപ്പിച്ചാണ് ആര്യയും നവീനും ദേവിയും അരുണാചൽ പ്രദേശിലെ സിറോ വാലിയിൽ ഹോട്ടലിൽ മുറിയെടുത്തത്. ഒരേ മുറിയിൽ തന്നെയായിരുന്നു ആര്യ നവീനും ദേവിക്കൊപ്പം 5 ദിവസം കഴിഞ്ഞത്. മുറിയെടുക്കുന്നതിന് നവീന്റെ രേഖകളാണ് നൽകിയത്. മറ്റുള്ളവരുടെ രേഖകൾ പിന്നീട് നൽകാമെന്നാണ് ഇവർ ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞതെന്നും അരുണാചൽ പ്രദേശ് പോലീസ് പറയുന്നു. മാർച്ച് 28-നെത്തിയ മൂവരും 3 ദിവസം പുറത്തായിരുന്നു. ഏപ്രിൽ 1 മുതലാണ് ഇവരെക്കുറിച്ച് വിവരമില്ലാതായതെന്ന് SP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവീൻ മറ്റുള്ളവരുടെ ദേഹത്ത് മുറിവുണ്ടാക്കിയ ശേഷം സ്വയം കൈമുറിച്ചു എന്നാണ് സംശയിക്കുന്നത്. എന്തിന് സിറോ താഴ്വരയിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്നും SP അറിയിച്ചു. 2 डेड बॉडीज लोग देखा रूम में, तो इमीडिएटली वो लोग घबरा के हम लोग को इंटीमेशन दे दिया. तो इनिशियल इंटीमेशन में ऐसा वो लोगों ने दिया है कि एक हस्बैंड वाइफ एंड डॉटर आया हुआ था, 2 का डेड बॉडी है. तो जब हम लोग कमरा में जाके जब चेक किया तो बाथरूम में वो फिर हस्बैंड का डेड बॉडी को हम लोग पाया गया. ഹോട്ടൽ മുറിയിൽ നിന്നും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികയും 2 ബ്ലേഡും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആര്യയുടെ കഴുത്തിലും ദേവിയുടെ കയ്യിലുമാണ് മുറിവ്. ആയുർവേദ ഡോക്ടർമാരായ നവീനും ദേവിയും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണ് ജോലി ഉപേക്ഷിച്ചത്. പിന്നീട് ദേവി ജർമ്മൻ ഭാഷാ അധ്യാപികയായി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ പ്രവേശിച്ചു. ഇവിടെ വച്ചാണ് ആര്യയെ പരിചയപ്പെടുന്നത്. ദുർമന്ത്രവാദത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആര്യയുടെ പിതാവ് ദേവിയുമായുള്ള സൗഹൃദം വിലക്കി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. സ്കൂളിൽ അവസാനം വരെ പോകും. അവർക്ക് നല്ല താല്പര്യമാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്. ആ കാര്യത്തിലൊക്കെ പോകും. വളരെ സജീവമാണ്. എല്ലാ കാര്യത്തിലും ഉണ്ട്. മരിക്കുന്ന രീതികൾക്കായി വീഡിയോകൾ പരിശോധിച്ചതായി പോലീസ് കണ്ടെത്തി. നവീനും ദേവിയും 1.5 വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര. അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി. ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി. 1 വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ലായിരുന്നു. നവീനും ദേവിയും ആര്യയും പൊതുവെ ആരുമായും അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല. ആര്യയ്ക്ക് വീട്ടിൽ നിന്ന് നിരന്തരം വിവാഹാലോചനകൾ വന്നിരുന്നു. പക്ഷേ സുഹൃത്തായ ദേവിയുടെ അഭിപ്രായ പ്രകാരമാണ് എല്ലാം നിരസിച്ചത്. ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹത്തിന് സമ്മതിച്ചത്. പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ദേവിയും 27-ാം തീയതി വരെ എവിടെയായിരുന്നു? മരിക്കാൻ വേണ്ടി 3000 മൈലുകൾക്കപ്പുറമുള്ള അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് എന്തിന്? അഭ്യസ്തവിദ്യരായ മൂവരെയും ദുർമന്ത്രവാദത്തിലേക്ക് തള്ളിവിട്ടത് ആര്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. അഭ്യസ്തവിദ്യരാണ്, പക്ഷേ അന്ധവിശ്വാസത്തിന്റെ കെണിയിൽപ്പെട്ടു. ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിന്റെ കെണിയൊരുക്കി നിരവധി ഗ്രൂപ്പുകളും സൈബറിടത്തിൽ സജീവമാകുന്നുണ്ട്. അത്തരത്തിലൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കണം. കൃത്യമായ നടപടി ഉണ്ടാകണം.